റമദാൻ പ്രവൃത്തി ദിവസം ഇത് രണ്ടും പരിഗണിച്ച് ആരാധകരുടെ തിരക്ക് കുറവുണ്ടാകുമെന്ന് കണക്കുകൂട്ടിയവർക്ക് തെറ്റി. ഇതുപോലെയുള്ള തിരക്ക് രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ് ആരാധകരുടെ ഈ പ്രവാഹം. ഇന്ത്യൻ ആരാധകരാണ് ഏറ്റവും അധികമുള്ളത്. ഇന്ത്യയുടെ അടുത്ത വിജയം കൂടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഏകപക്ഷീയമായ ഒരു വിജയത്തോടു കൂടിയാണ് ഇന്ത്യ സെമിഫൈനലിൽ എത്തിയത്. ആ വിജയം സെമിഫൈനലിലും ആവർത്തിച്ച് ഫൈനലിലെത്തി. ഇതേ സ്റ്റേഡിയത്തിൽ തന്നെ ഫൈനൽ കിരീടം ഇന്ത്യ നേടുന്നത് അതിനുവേണ്ടി എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. വിരാട് കോഹ്ലിയിലാണ് വലിയ പ്രതീക്ഷ, രോഹിത് ശർമ്മയിലും പ്രതീക്ഷയുണ്ട്. Kohli is going to score one more century today. One more century, Kohli. Yeah. Yo. Today Australia is going to score less than 300 and India is going to score more. I can tell you that. എന്താ പ്രതീക്ഷ? ഫുൾ കോൺഫിഡൻസ്. വിരാട് കോഹ്ലി അടിക്കും, രോഹിത് ശർമ്മ അടിക്കും. രോഹിത് ശർമ്മ ആസ്ട്രേലിയയുടെ കൂടെ അടിക്കും. മാത്രമല്ല ടോസ് ലഭിച്ചിട്ടുള്ള ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ ഓസ്ട്രേലിയ ഈ കാലാവസ്ഥ, അതായത് ഈ വരണ്ട ഒരു കാലാവസ്ഥ, അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഓസ്ട്രേലിയ കണക്ക് കൂട്ടുന്നത്. കാരണം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ബാറ്റിങ്ങിന് സഹായിക്കുമെന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ കണക്കുകൂട്ടൽ. പക്ഷേ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് കുറച്ചുകൂടി ഗുണകരമാണ് ഇപ്പോൾ ബൗളിംഗ് കിട്ടിയിട്ടുള്ളത്. കാരണം സ്പിന്നർമാരാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ സ്പിന്നർമാർക്ക് പന്ത് കൃത്യമായിട്ട് ടേൺ ചെയ്യാൻ പറ്റും ഈ വരണ്ട കാലാവസ്ഥയിൽ. വൈകുന്നേരമാകുമ്പോഴേക്ക് കുറച്ചുകൂടി ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കും. ആ കാലാവസ്ഥയിൽ ഒരു പക്ഷേ സ്പിന്നർമാർക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പന്ത് ടേൺ ചെയ്ത് വരില്ല. അങ്ങനെയാണെങ്കിൽ സ്പിന്നർമാർ പരാജയപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ബൗളിംഗ് കിട്ടിയിട്ടുള്ളതും ഇന്ത്യക്കൊരു നേട്ടമായിട്ട് തന്നെ വേണം കണക്ക് കൂട്ടാൻ. ഏതായാലും എല്ലാവരും കാത്തിരിക്കുകയാണ് ഗതി എന്തായിരിക്കുമെന്നറിയാൻ വേണ്ടി. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.